ശ്രീ ജേക്കബ് ജോർജ് കൂടി ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഈ വലതുപക്ഷത്തിന്റെ കോടാലിക്കൈ എന്ന് പറയുമ്പോൾ ഈ വലതുപക്ഷത്തിന്റെ നിലപാട് അൻവർ ഉന്നയിക്കുന്നു എന്നുള്ളതാണോ, അതോ വലതുപക്ഷത്തു നിന്ന് തന്നെ അൻവറിന്റെ പിന്നിൽ ആളുകൾ ഉണ്ടെന്നാണോ? പക്ഷെ ഞാൻ കേട്ടത് ഇതുവരെയുള്ള നമ്മൾ ചർച്ച ചെയ്തതൊക്കെ CPM-ൽ നിന്ന് തന്നെയാണ് അൻവറിന്റെ പിന്നിൽ ആളുകൾ ഉള്ളതെന്നാണ്. അത് നമുക്ക് ഇപ്പോഴങ്ങനെ പറയാൻ പറ്റത്തില്ല മഞ്ജുഷ്. കാരണം അൻവറിൻ്റെ പിന്നിൽ ഒരു വലതുപക്ഷം ഉണ്ടെങ്കിൽ ആ വലതുപക്ഷം എന്താണ് എന്നുള്ളത് പറയാനുള്ള, ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി, ഒരു അവകാശം കൂടി പറയുന്നവർക്കുണ്ടായിരിക്കണം. പക്ഷേ അങ്ങനെ ഒരു വലതുപക്ഷത്തിൻ്റെ പ്രസൻസ് മഞ്ജുഷ് കാണുന്നുണ്ടോ? പക്ഷേ അതിൽ ഞാനിപ്പോൾ ഗോവിന്ദമാഷ് പറഞ്ഞതിനെ രണ്ട് തരത്തിലും കണക്കാക്കാമല്ലോ. ഈ വലതുപക്ഷത്തിന്റെ കോടാലിക്കൈ എന്ന് പറയുമ്പോൾ വലതുപക്ഷം പറയുന്ന കാര്യങ്ങൾ ഇടതുപക്ഷത്തെ ഒരാൾ ഏറ്റുപറഞ്ഞു, അത് ആ രീതിയിൽ പറയാം, അല്ലെങ്കിൽ വ്യക്തമായിട്ടോ ആളുകളുടെ സാന്നിധ്യം? അല്ല, ഞാൻ അങ്ങനെ ഇതിനെ കാണുന്നില്ല. ഞാൻ വേറൊരു ആംഗിളിലാണ് കാണുന്നത്. ഈ വളരെ തീ കത്തുന്ന, നമ്മളൊക്കെ ഇവിടെ ഞാനും ഈ ചർച്ചയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, വളരെ തീ കത്തുന്ന ആരോപണങ്ങൾ, കട്ടിയുള്ള ആരോപണങ്ങൾ തന്നെയാണ് അൻവർ ഉപയോഗിച്ചത്. അത് കുറച്ച് ദിവസമായി തുടരൻ പരിപാടിയായിട്ട് നടക്കുന്നു. പത്രക്കാർ TV ചാനലെല്ലാം കൂടുന്നു, ആഘോഷമാക്കി. അൻവർ അതൊരു വലിയ ആഘോഷമാക്കി, മാധ്യമങ്ങൾ വലിയൊരു ആഘോഷമാക്കി, നമ്മൾ ചർച്ചയിൽ വരുന്നവർ ഒത്തിരി ആഘോഷമാക്കി, യാതൊരു സംശയമില്ല. പക്ഷേ ആത്യന്തികമായിട്ട് നോക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട ഉല്ലാസ് ബാബു പറഞ്ഞ പോലെ ഇത് കണ്ട് ഉടനെ അൻവറിനെ പിടിച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. ഇതൊന്നും ഏതാ ജനാധിപത്യത്തിൽ അദ്ദേഹം MLA ആണ്, തിരഞ്ഞെടുക്കപ്പെട്ട MLA ആണ്. അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, മാധ്യമങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയാണ്. അല്ലാതെ പോലീസിനെ വിട്ടുകൊണ്ട് പോകുമെന്ന് പറഞ്ഞല്ലേ, ചിലപ്പോൾ ED വിടാമായിരിക്കും. പക്ഷേ കേരളത്തിലെ പോലീസിനെ ഒന്നും ഒരു ഗവൺമെൻറ്റും വിടത്തില്ല. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയമാണ്, കേരളത്തിൻ്റെ ജനാധിപത്യ സ്വഭാവമാണ്, കേരളത്തിൻ്റെ സംസ്കാരമാണ്. അത് പറ്റത്തില്ല, അത് നടക്കുന്ന കാര്യമല്ല, അത് നല്ല രാഷ്ട്രീയവുമല്ല. പറയാം, ആരോപണമൊക്കെ ഉന്നയിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യാത്ത എന്താണെന്ന് പറയാം, പക്ഷെ നടക്കുകയില്ല. പിന്നീട് അൻവറിൻ്റെ പ്രശ്നം, അൻവറിൻ്റെ പിന്നീട് ഒരു പക്ഷേ അദ്ദേഹം പലരെയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. CPM-ൻ്റെ അകത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും പിന്തുണ ഉണ്ടാവുമെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നോക്ക്, അതിനകത്ത് ഒരു ചെറിയ രാഷ്ട്രീയമുള്ളത്, ആ ചെറിയ രാഷ്ട്രീയമൊന്നുമല്ല, കേരളത്തിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട രാഷ്ട്രീയമാണ്. പൂരം കലക്കാൻ ADGP നേതൃത്വം നൽകി എന്നുള്ളതാണ് രാഷ്ട്രീയമായിട്ടൊരു കമൻറ്റ്. അത് ഒരാരോപണമാണ്, അതിൻ്റെ അകത്തൊരു രാഷ്ട്രീയമുണ്ട്. കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുന്ന രാഷ്ട്രീയമുണ്ട്. പൂരം, അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? തൃശ്ശൂർ പൂരം കലക്കിയത് കൊണ്ട് തൃശ്ശൂർ സീറ്റ്, അതിൻ്റെ പേരിൽ തൃശ്ശൂർ സീറ്റ് സുരേഷ് ഗോപി എന്ന BJP സ്ഥാനാർത്ഥിക്ക് കിട്ടി എന്ന് പറയാം. അതിനകത്തൊരു തെളിവും വരുന്നു. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അൻവർ ഉന്നയിച്ച കാര്യങ്ങളിൽ എന്താണ് രാഷ്ട്രീയം? ADGPക്കെതിരെ മറ്റ് പലതും ഉപയോഗിച്ചു. സ്വർണ്ണക്കടത്ത്, മറ്റേത് മറിച്ചത്, കൊലപാതകം എന്നിത്യാദി കാര്യങ്ങൾ. പിന്നീട് കുറച്ചെങ്കിലും തെളിവുള്ളത് തിരുവനന്തപുരത്ത് വീട് പണിയുന്നതിനെക്കുറിച്ചാണ്. അത് പക്ഷേ വളരെയധികം സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ക്രമക്കേടുണ്ടോ, കള്ളപ്പണം ഉപയോഗിച്ചിട്ടുണ്ടോ. പിന്നെ അദ്ദേഹം പറഞ്ഞു 35 ലക്ഷം രൂപയ്ക്ക് മേടിച്ചിട്ട് ഫ്ലാറ്റ് 70 ലക്ഷം രൂപയ്ക്ക് മറ്റേ വിറ്റു എന്നൊക്കെ പറയുന്നുണ്ട്. അത് മേടിച്ചതും വിറ്റതുമെല്ലാം ബ്ലാക്ക് മണി കൊണ്ടാണ് എന്നും പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ADGPക്കെതിരെ ഇത്രയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും പിന്നെ അതിൽ കൂട്ടിച്ചേർക്കൽ എന്ന രീതിയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന കാര്യം, ഇപ്പോൾ UDF കൊണ്ടുവന്ന കാര്യം ഈ ADGP RSS നേതാക്കളെ കണ്ട വിഷയമാണ്. ഇതെല്ലാം വന്നിട്ടും ഈ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന്, ഞാൻ ADGP റാങ്കിൽ നിന്നല്ല ഉദ്ദേശിച്ചത്, ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ലല്ലോ എന്നുള്ള ചോദ്യം അത് അൻവർ മാത്രമല്ല ഉന്നയിച്ചത്, അത് LDF-ലെ ഘടകകക്ഷികൾ പോലും ഉന്നയിച്ച കാര്യമാണ്. അതിൽ പോലും അൻവറിനൊരു ഉറപ്പ് അവിടെ കിട്ടിയില്ല. അത് മാത്രമല്ല, വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അൻവറിനെ പൂർണ്ണമായും തള്ളിക്കളയുമ്പോൾ ഇതല്ലാതെ അൻവറിൽ നിന്ന് എന്ത് ആണ് പ്രതീക്ഷിക്കാനുള്ളത്? അതോ അൻവർ പിന്നീട് ഇന്നലെ മണ്ടത്തരം ചെയ്തോ? മഞ്ജുഷേ, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. ADGPയെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ആ കസേരയിൽ നിന്ന് മാറ്റി വേറൊരു തിരുത്താമായിരുന്നു, എന്തെങ്കിലും ഒരു സ്ഥാനം കൊടുത്ത് തന്നെ ഇരുത്താമായിരുന്നു, യാതൊരു സംശയമൊന്നുമില്ല. അന്വേഷണം, പക്ഷേ അദ്ദേഹം DGPയുടെ നേതൃത്വത്തിലൊരു സംഘത്തെ നിയോഗിച്ചു, മുഖ്യമന്ത്രി, ഗവൺമെൻറ്. അത് അന്വേഷണം നടക്കുന്നു. ഈ പൂരം കലക്കിയത് സംബന്ധിച്ച ആരോപണങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട DGP തന്നെ അന്വേഷിക്കുന്നു. ഏപ്രിലിൽ അന്വേഷണം തുടങ്ങിയതാണ്, അധികം വൈകാതെ റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് പൂരം റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചോദ്യം തന്നെ ഉയർന്നു വന്നത്. മുഖ്യമന്ത്രി അന്ന് വാർത്താ സമ്മേളനത്തിൽ എത്ര ലാഘവത്തോടു കൂടിയാണ് അത് പറഞ്ഞത്. ഒരാഴ്ച മുമ്പ് എന്റെ ഓഫീസിലേക്ക് ഇങ്ങനെ ഈ റിപ്പോർട്ട് കുറച്ചുകൂടി സമയം വേണം സബ്മിറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു കടലാസ് കിട്ടി.
അപ്പോൾ ശരി, ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് 24 എന്റെ ഓർമ്മ. അതെ, 24 അതിനു മുൻപ് സബ്മിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർദ്ദേശം നൽകിയെന്ന് പിന്നെ അത് തിങ്കളാഴ്ച എന്തോ കൊടുക്കുകയും ചെയ്തു. പക്ഷെ അത് എത്ര ലാഘവത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്ത് ഇത്രയും വലിയൊരു വിഷയത്തെ. അത് ആരോപണം ഉന്നയിച്ചതിന് ശേഷമാണ് അതിനെക്കുറിച്ച് ഓർത്തത് തന്നെ. പിന്നെ അങ്ങനെ ഒരു അന്വേഷണമേ ഇല്ല എന്ന രീതിയിൽ വിവരാവകാശ മറുപടി. 5 മാസം ADGP അജിത് കുമാറിനെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. അന്ന് തന്നെ പോലീസിന്റെ നേതൃത്വം പോലീസാണ് കലക്കിയത് എന്ന ആരോപണം ഉയർന്നിരുന്നു. ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് അൻവർ ഉന്നയിക്കുന്നത് പൂരം കലക്കിയത് ADGPയുടെ നേതൃത്വത്തിലാണെന്നാണ്. ADGP തന്നെയാണ് അന്വേഷണം നടത്തിയത്, അതും അദ്ദേഹം താമസിച്ചു. പക്ഷേ അതിനകത്ത് ഒരു ഘടകം, DGP അത് വളരെ ശുപാർശയോടുകൂടി പുനരന്വേഷണം വേണം, ഇത് വിശ്വസനീയമല്ല. ആഭ്യന്തര സെക്രട്ടറിയും അതേ തന്നെ എഴുതിയാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പുനരന്വേഷണം വരും എന്ന് തന്നെയാണ് ഇന്നത്തെ റിപ്പോർട്ട്. താങ്കൾ പറയുന്നത് അൻവറിന് കാത്തിരിക്കാമായിരുന്നു എന്നാണ്. അപ്പോൾ അൻവറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാനത് പറയുന്നില്ല. അൻവറിന്റെ ലക്ഷ്യം എന്ത് എന്നുള്ളത് എനിക്കും സംശയമാണ്. ഒരു പക്ഷേ അൻവറിനതറിയാമോ എന്നുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ടത്. എന്തായിരുന്നു അൻവറിൻ്റെ ലക്ഷ്യം, എന്താണ് അൻവറിൻ്റെ ലക്ഷ്യം എന്നുള്ളത് അൻവറിന് തീർച്ചയുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു കേരള രാഷ്ട്രീയം, മഞ്ജുഷ, ഞാൻ കാരണസഹിതം പറയാം. കേരള രാഷ്ട്രീയമൊക്കെ നമ്മൾ മാധ്യമപ്രവർത്തകരെന്ന നിലയിൽ ഗാലറിയിൽ ഇരുന്നാണെങ്കിലും നമുക്ക് രാഷ്ട്രീയം കുറേ പഠിച്ചിട്ടുണ്ടല്ലോ, രാഷ്ട്രീയം നമ്മൾ കണ്ടുപഠിച്ചിട്ടുണ്ടല്ലോ, പ്രവർത്തിക്കുന്നില്ലെങ്കിലും. കേരള രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയം പറയണം മഞ്ജുഷ്. ഒരു രാഷ്ട്രീയ നേതാവ് MLA ആണ്, ചില്ലറ കാര്യമൊന്നുമല്ല. കേരള നിയമസഭയിൽ 2ാമത് MLA ആയിരിക്കുന്ന ആളാണ് PV അൻവർ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനങ്ങൾ എന്ത് വ്യക്തമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഗംഭീരം പ്രസംഗങ്ങളല്ലേ. ഇതൊക്കെ നല്ല ഒരു ഉൾക്കാഴ്ചയൊക്കെ ഉണ്ടായിട്ടാണ്. പക്ഷേ അൻവർ ഈ പറഞ്ഞ തൃശ്ശൂർ പൂരം പോലീസ് കലക്കി എന്നതിലെ രാഷ്ട്രീയമല്ലാതെ വേറെ എന്ത് രാഷ്ട്രീയമാണ് മഞ്ജുഷ അദ്ദേഹത്തിനുള്ളത്? ഒരു MLA അല്ലേ അദ്ദേഹം? MLA രാഷ്ട്രീയമല്ലേ പറയേണ്ടത്? രാഷ്ട്രീയ കാര്യങ്ങൾ ഉന്നയിച്ചും കൊണ്ട് രാഷ്ട്രീയ രംഗത്തെ വീഴ്ചകൾ, ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാമായിരുന്നു, അദ്ദേഹത്തിന് പറയാമായിരുന്നു. പക്ഷെ നാളെ ഈ പറഞ്ഞ ആരോപണങ്ങൾ, മഞ്ജുഷേ, ഈ പറഞ്ഞ ആരോപണങ്ങൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പാർട്ടിക്കാർക്ക് പഴയ പോലെയുള്ള ശ്രദ്ധ കിട്ടുന്നില്ല, പോലീസ് ഞങ്ങളെ അനുസരിക്കുന്നില്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹം ഒതുങ്ങിപ്പോയി. അത് പാർട്ടിക്ക് സുഖമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ്. കാരണം ഇത് സെൽഭരണമൊന്നുമല്ലല്ലോ. അങ്ങനെ ഒരു ആരോപണം ഇല്ലാത്ത ഒരു സർക്കാരാണ് ഇത്, സ്വജനപക്ഷപാതം ഇല്ല എന്നൊക്കെയുള്ള ഡിഫൻസ് തീർക്കുവാൻ സർക്കാരിനും പാർട്ടിക്കാർക്കും നേതാക്കൾക്കും മന്ത്രിമാർക്കും പോലും അവസരമുണ്ടാക്കി കൊടുക്കുന്നതായി പോയോ അൻവറിന്റെ ആരോപണം? പക്ഷേ ആരോപണത്തിന്റെ അതല്ല എനിക്ക് തോന്നുന്നത്. നമ്മളൊക്കെ കേരള രാഷ്ട്രീയം, ഈ രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മൾ ദീർഘകാലം തിരുവനന്തപുരത്തിരിക്കുമ്പോൾ ഇതൊക്കെയാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ബീറ്റ് എന്ന് പറയുന്നത്, രാഷ്ട്രീയമാണല്ലോ. ദീർഘകാലം നമ്മൾ രാഷ്ട്രീയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചില വ്യക്തികളെക്കുറിച്ചൊക്കെ ചില ധാരണകളും അസസ്മെൻറ്റുകളുമുണ്ട്. എനിക്ക് തോന്നുന്നു PV അൻവർ ADGPക്കെതിരെ തിരിഞ്ഞപ്പോൾ അത് ശശിയിലേക്ക് നീണ്ടത് പിറ്റേ ദിവസമാണ്. ശശിയിലേക്ക്, P ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്ക് നീണ്ടപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടു ഈ ലക്ഷ്യം ഞാൻ തന്നെയാണ് എന്ന്. എൻ്റെ ഒരു അസസ്മെൻറ്റ് മാത്രമാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായിട്ട് അൻവറിനെതിരെ തിരിയാൻ കാരണം. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു മണിക്കൂർ 40 മിനിറ്റ് നീണ്ടു നിന്ന പത്രസമ്മേളനം. അതായത് അതുവരെ അൻവറിന്റെ പിന്നിൽ നിൽക്കണോ, അൻവറിന് സപ്പോർട്ട് കൊടുക്കണോ എന്ന് ആഗ്രഹിച്ചവർ പോലും, ഇല്ലേ, അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നവർ പോലും മുഖ്യമന്ത്രിയുടെ ആ വാർത്താ സമ്മേളനത്തോടുകൂടി പകച്ചുപോയി. പിന്നെ അങ്ങനെ ഒരു സപ്പോർട്ട് ആരിൽ നിന്നും ഉണ്ടായില്ല. ഇപ്പോൾ P ജയരാജൻ ഒക്കെ ഉണ്ടല്ലോ, കണ്ണൂർ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന ഘടകമാണ്. പക്ഷെ P ജയരാജൻ പോലും തുറന്നു പറയുകയാണ് ഇതെന്ത് രാഷ്ട്രീയം. അപ്പോൾ താങ്കൾ സംശയിക്കുന്നത് പിന്നിൽ ആളുണ്ട് എന്നുള്ളത് തന്നെയാണെന്ന് ഞാൻ പറയുകയില്ല. ഉണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ആൾക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ശരിയാണ്. സംശയമുണ്ട്, നമ്മളെല്ലാവരും അന്വേഷണം നടത്തുന്നു. ഞാനും എന്റേതായ ശ്രമങ്ങൾ നടത്തി. ഉല്ലാസ് ബാബു